നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ഇനിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടുത്തെ 39 സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളും, അതായത് 90%-ലധികം സീറ്റുകളും തമിഴക വെട്രിക്കഴകം സഖ്യം നേടിയെടുക്കുമെന്ന് നേരത്തെ തന്നെ അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് TVKയുമായി കൂട്ടുകൂടിയത്. മുമ്പ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സഖ്യത്തിന് വേണ്ടി TVK കോൺഗ്രസിനെ ക്ഷണിച്ചിരുന്നതാണ്. എന്നാൽ അന്ന് തോന്നാത്ത വിവേകം 5 MLA-മാരായി ചുരുങ്ങിയപ്പോഴെങ്കിലും തോന്നിയത് നന്നായി എന്ന് കോൺഗ്രസ് മനസ്സിലാക്കിയാണ്. 2 മന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാരെ കിട്ടി. അതുകൂടാതെ 9 MP-മാർ തമിഴ്നാട്ടിൽ കോൺഗ്രസിനുണ്ട്. ഇത് DMKയുടെ ഔദാര്യമാണ് എന്നൊരു ഭാവമുണ്ട്. അത് പക്ഷേ എല്ലാം തീരാൻ പോവുകയാണ്. അതിന് കാരണം DMK BJPയുടെ NDA-യിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് വ്യക്തം. നിരവധി അഴിമതി കേസുകളിൽ സ്റ്റാലിനെയും മകനെയും അതുപോലെ സൺ നെറ്റ്വർക്കിനെയും ഒക്കെ കൊടുക്കാൻ വലിയ തോതിലുള്ള നീക്കങ്ങൾ BJPയും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തമിഴ്നാട്ടിൽ അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വിരട്ടി ഒപ്പം നിർത്താൻ വേണ്ടി DMK കൃത്യമായി പ്രഷർ ചെലുത്തുന്നുണ്ട്. നമുക്കറിയാം, ED-യെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ മറ്റ് വിങ്ങുകളെയും അതുപോലെ തന്നെ കസ്റ്റംസിനെയും ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? BJP കൃത്യമായും അത് ഉപയോഗിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി എന്നുള്ളത് സാധാരണക്കാർ തെളിവ് സഹിതം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇവിടെ TVKയ്ക്ക് വീണ്ടും നേട്ടമാണ്. അതായത് സെക്കുലർ പ്രോഗ്രസീവ് അലയൻസ് എന്ന DMKയുടെ മതേതര മുന്നണി സംവിധാനം എൻ ബ്ലോക്കായി TVKയിലേക്ക് എത്തുന്നു, തമിഴക വെട്രിക്കഴകത്തിലേക്ക് എത്തുന്നു. രാഹുൽ ഗാന്ധിക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ തെറ്റായിപ്പോയി എന്ന് തോന്നാൻ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള തീരുമാനങ്ങൾ മറ്റു നേതാക്കളുമായി ആലോചിച്ചെടുക്കുന്നുമുണ്ട്. ചില തീരുമാനങ്ങൾ മണ്ടൻ തീരുമാനങ്ങളാകുന്നുണ്ട്. രാജ്യസഭയിലെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏകാധിപത്യം ഉണ്ടായിരുന്നു എന്ന വലിയ ഒരു സംസാരം കോൺഗ്രസ് നേതൃത്വത്തിന് എത്രത്തോളം തിരിച്ചടിയായി എന്നുള്ളത് നമുക്കറിയാം. തമിഴ്നാട്ടിൽ കോൺഗ്രസ് നേതൃത്വത്തിന് രാജ്യസഭ MP-മാരെ കൊടുക്കാനും തമിഴക വെട്രിക്കഴകം തയ്യാറാണ് എന്ന് അറിയിച്ചതോടെയാണ് ഇന്ത്യ മുന്നണി പ്രവേശനവും കോൺഗ്രസ് സംവിധാനത്തിനോടൊപ്പം നിൽക്കണമെന്ന TVKയുടെ ആവശ്യവും വലിയ തോതിൽ അത് അംഗീകരിക്കപ്പെടുന്നത്. കാരണം തമിഴക വെട്രിക്കഴകം ഇനി സെക്യുലർ മുന്നണിയുടെ ഭാഗമായി നിൽക്കാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്നുള്ള കോൺഗ്രസിൻ്റെ തീരുമാനമാണ് ഏറ്റവും ശക്തമായി പ്രതിഫലിക്കുന്നത്.